അവർ യൂണിവേഴ്സിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ആദ്യ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് വേണേ ഇത് കാണാൻ. അങ്ങനെ ഹീറോയുടെ ചേട്ടൻ്റെയും ഹീറോയിൻ്റെ ചേച്ചിയുടെയും വിവാഹമാണ് നടക്കുന്നത്. അവൾ കൈയടിച്ച് സന്തോഷിക്കുന്നതിനിടയിൽ ഗ്രൂമിൻ്റെ റിലേറ്റീവ്സിൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് പറയും, അവൻ വരില്ല എന്ന് തോന്നുന്നു. ഫാമിലി ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും അവൾ മാത്രമേ ഉള്ളൂ അവരുടെ കൂടെ നിൽക്കാൻ. ഇനി 3 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. ഹീറോയിനും ഇപ്പോൾ പുതിയ ജോലിയിലാണുള്ളത്. അവർ അവരുടെ ഓഫീസിലേക്ക് പോകുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കാണിക്കും. ഹുൻജിനാണെങ്കിൽ അവിടെയും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ടെഹുങ് ഇപ്പോൾ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി. അത് കണ്ട് അവൻ്റെ ഫ്രണ്ട്, ഞാൻ വന്നേ ഫോട്ടോഗ്രാഫി വിട്ട് നിൻ്റെ കൂടെ വന്നാൽ മതിയായിരുന്നു എന്ന് പറയും. ഇവിടെ ഞാൻ എൻ്റെ ഷെൽഫ് വെക്കും, ഇവിടെ ഞാൻ എൻ്റെ കളക്ഷൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ അവൻ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുവാണ്. അവൻ്റെ ഫോണിലുള്ള ആ പ്ലാന് ഫ്രണ്ടിനെ കാണിച്ചുകൊണ്ട്, ഇതാണ് ഞാൻ ആഗ്രഹിച്ച പെർഫെക്റ്റ് സിംഗിൾ ലൈഫ് എന്ന് പറയും. അതോർത്തവൻ സന്തോഷിച്ചിരിക്കുവാണ്. അധിക ദിവസം ഇനി ആ സന്തോഷം ഉണ്ടാവില്ല. ഇപ്പോൾ ഹുൻജിൻ്റെ ഓഫീസിൽ അവളെ വിളിച്ച് മാനേജർ പറയുവാണ്, നോക്ക്, നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് പോരാ, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും സ്പെഷ്യലായി വേണം. സംഭവം എന്താണെന്ന് വെച്ചാൽ അവളെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണ്. അവളിപ്പോൾ ഒറ്റയ്ക്ക് വന്ന് ഒരിടത്ത് നിൽക്കും. എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെയെന്ന് പറഞ്ഞ് അവൾ നെടുവീർപ്പിടും. ഞാൻ ചേച്ചിയോട് ഇത്തവണ എന്ത് പറയും? അതാണ് അവളുടെ ഏറ്റവും വലിയ ടെൻഷൻ. ചേച്ചിയാണെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ട്, അവൾ എടുക്കില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വരും. എനിക്കിഷ്ടപ്പെട്ട ഫുഡെല്ലാം ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിലാണ്. ഒറ്റയ്ക്ക് താമസിച്ചപ്പോഴാ വീട്ടിലെ ഫുഡ് എത്ര അടിപൊളിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞേ. നീ ശരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടോ? വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്ന് ചേച്ചി പറയുമ്പോൾ, കമ്പനിയിലെ ഫുഡ് മോശമില്ല, ഞാൻ ഫുൾ ടൈം ആയതുകൊണ്ട് വേണ്ടതെല്ലാം കിട്ടും. ഓവർ ടൈം വർക്ക് കാരണം നിന്റെ കോൾ എടുക്കാൻ പോലും സമയമില്ലെന്നേ ഉള്ളൂ. ഇവളുടെ ജോലി പോയ കാര്യമെല്ലാം ചേച്ചിക്ക് അറിയാൻ തോന്നുന്നു. അവരാണേ, നീ സോളിലേക്ക് തിരിച്ചു വാ, എന്നിട്ട് നീ പഠിച്ച മേജർ വെച്ചിട്ടുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ നല്ല നിലയിലല്ലേ, പതിയെ ജോലി കണ്ടെത്തിയാൽ മതി, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. തിരിച്ചു പറയാൻ മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കും. പോകുമ്പോൾ അവിടെ ഒരു റൂം സെറ്റാക്കി ഇട്ടിരിക്കുന്നത് അവൾ കാണും. ചെന്ന് നോക്കുമ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം വെച്ച് അവൾക്ക് വേണ്ടിയാണതെന്ന് മനസ്സിലാവും. ചേച്ചിയും അങ്ങോട്ട് വരും. അവൾ ചേച്ചിയോട്, ഞാൻ ഇവിടെ വന്ന് താമസിക്കണോ? എൻ്റെ ജോലി പോയെന്ന് നിനക്ക് എപ്പോഴാണ് മനസ്സിലായതെന്ന് ചോദിക്കും. അവൾ തിരിഞ്ഞ്, നീ എപ്പോഴും എന്തിനാ ഞാനൊരു ഇഡിയറ്റാണെന്ന് ഫീൽ തരുന്നത്? നീ ഇത് ചെയ്യുമ്പോഴെല്ലാം നീ കാരണം ഞാൻ എന്നെ തന്നെ വെറുക്കുക. എനിക്ക് സ്വന്തം കാര്യം നോക്കാൻ കഴിയില്ലെന്നാണോ നിന്റെ ചിന്ത? അതുകൊണ്ടല്ലേ ഇവിടെ എനിക്കൊരു റൂം ഒരുക്കിയേ? എന്നെ ശരിക്കും ഇങ്ങനെയൊരു ഭാരമായി മാറ്റണോ? നീ എനിക്ക് എങ്ങനെയാണ് ഒരു ഭാരമാവുന്നത്? അതെ, ഞാനാണ്. സത്യമായിട്ടും ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാ. നീ വെറുതെ വേണ്ടാതേനൊന്നും പറയരുത്. ഇല്ല, ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല, എന്നെ ഒറ്റയ്ക്ക് വിടുന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോകും. ഇപ്പോൾ ചേച്ചി ചേട്ടനെ വിളിച്ച് നടന്ന കാര്യമെല്ലാം പറയുവാണ്. സാരമില്ല, അവളുടെ വിഷമം കൊണ്ടല്ലേ, അവൾ തിരിച്ചു വരും, നിങ്ങൾ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാകുന്നതല്ലേ എന്ന് പറഞ്ഞ് ചേട്ടൻ ആശ്വസിപ്പിക്കും. അയാൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഫോണിലൊരു മെസ്സേജ് വരും. നിങ്ങളുടെ അച്ഛനെ ജൂൺ 1 മുതൽ പരോളിൽ വിട്ടയക്കാൻ പോവാണെന്നായിരിക്കും ആ മെസ്സേജ്. അവൻ അപ്പം തന്നെ ടെഹുങ്ങിനെ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ എടുക്കുന്നു തോന്നുന്നില്ല. അയാളിപ്പോൾ ടെൻഷൻ അടിച്ച് കാർ ഓടിക്കുവാണ്. പുറകിൽ ഭാര്യയുണ്ട്. അവരാണെ ഹുൻജിന് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഹസ്ബൻഡ് വിഷമിച്ചിരിക്കുന്നത് കാണും. അവരയാളെ വിളിച്ച്, വൂജിൻ എന്താ ആലോചിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ടെഹുങ്ങിനെ പറ്റിയാണോ? ഇതുവരെയും എല്ലാ കാര്യവും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ആക്ച്വലി അവനെന്ന് അയാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ഒരു ട്രക്ക് വന്ന് അവരുടെ കാറിനിട്ടിടിക്കും. കാർ വട്ടം കറങ്ങി ഒരു പോസ്റ്റിൽ കൊണ്ടു നിൽക്കും. ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട്. ഇപ്പോൾ ഹുൻജിനെയാണ് കാണിക്കുന്നത്. അവൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുവാണ്. അവൾക്കൊരു കോൾ വരും. ഇതേ സമയം ടെഹുങ് അവൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്യുവാണ്. അവൻ്റെ ഫോണും ബെല്ലടിക്കും. അവർ രണ്ടും ഫോൺ എടുക്കും. അത് കേട്ട് അവർ ഷോക്കാവും. അവളിപ്പോൾ റോഡിലൂടെ ഓടുവാണ്. പഴയ ഓരോ കാര്യങ്ങളും ഓർത്ത് അവൾ കരയും. അവനും നടന്നു പോവാണ്. ചേട്ടന് വേണ്ടി ഓരോ ദിവസവും കാത്തിരുന്നത് അവൻ ഓർക്കും. അടുത്ത സീനിൽ ഒരു ഫ്യൂണറൽ ഹാളാണ് കാണിക്കുന്നത്. ചേച്ചിയും ചേട്ടനും മരിച്ചു. അവളവിടെ ഒറ്റയ്ക്ക് ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അവിടേക്ക് ടെഹുങ്ങും വരും. അവരുടെ ഫോട്ടോയിലേക്ക് അവൻ നോക്കും. അവനും വിഷമമുണ്ട്. അവൾ അവനെ കാണും. ഇപ്പോൾ ഡോറ് തുറന്ന് ഒരു കുഞ്ഞങ്ങോട്ട് വരും. നമ്മുടെ വൂജു. അവൻ നിഷ്കളങ്കമായി ചിരിക്കും. എന്താ സംഭവിച്ചതെന്ന് അവൻ അറിയില്ലല്ലോ. ഇതാരാണെന്നോർത്ത് ടെഹുങ് നോക്കുന്നുണ്ട്. കുഞ്ഞു ഫോട്ടോയിൽ നോക്കി മമ്മീന്ന് വിളിക്കും. അപ്പോഴാണ് അതവൻ്റെ ലിറ്റിൽ നെഫ്യൂ ആണെന്ന് അവൻ അറിയുന്നത്. കുഞ്ഞു ഉടുപ്പ് പൊക്കി വയറ്റിൽ തടവി നിൽക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ വലിയ കരച്ചിൽ കേൾക്കും. അവിടെയുള്ളവരെല്ലാം ഈ കൊച്ചെന്തിനാ ഇത്ര കരയുന്നതെന്നോർത്ത് എത്തി നോക്കും.
അവൾ അവനെ എടുത്ത് നിനക്ക് വിശക്കുന്നുണ്ടോ, നീ മൂത്രം ഒഴിച്ചോ, എന്തിനാ നീ കരയുന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. കുഞ്ഞാണെ നിർത്താതെ മമ്മീന്ന് വിളിച്ച് കരയും. ഊജു ഇപ്പോൾ അവൻ്റെ അങ്കിളിനെ കാണും. കരച്ചിലൊന്ന് അടങ്ങുന്നത് കൊണ്ട് അവൾ അവനെ താഴെ വയ്ക്കും. അപ്പം തന്നെ അവൻ ഓടി അങ്കിളിൻ്റെ അടുത്തേക്ക് ചെല്ലും. ടെഹുങ്ങാണെ പേടിച്ച് പുറകോട്ട് മാറും. അതിനനുസരിച്ച് കുഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇപ്പോൾ ആ ഹാളിലേക്ക് വലിയൊരു റീത്ത് കൊണ്ടുവരുവാണ്. കുഞ്ഞ് നടുവിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ ഓടി വരുന്നുണ്ട്. രക്ഷയില്ലാതെ അവൻ കുഞ്ഞിനെ വാരിയെടുക്കും. പക്ഷേ അവർ തമ്മിൽ കൂട്ടിയിടിക്കും. അവൾ തട്ടി താഴെ വീഴും. അവളുടെ കൈ നന്നായി വേദനിക്കുന്നുണ്ട്. രണ്ടുപേര് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുപോകും. ഇപ്പോൾ ഹീറോ ഒരു സൈഡിൽ ഇരിക്കുവാണ്. കുഞ്ഞ് മറ്റേ സൈഡിൽ ഒരു കാറും പിടിച്ച് അവനെ നോക്കിയിരിക്കും. ഇവർ രണ്ടും ഇപ്പോൾ തനിച്ചായി. അവൻ ചേട്ടനെ നോക്കി, ഊജിൻ, ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുവാണെന്ന് പറയും. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാർ അവിടെ വരും. അവർ വന്ന് അവനോട് നിന്റെ ചേട്ടൻ ശരിക്കും ഒരു നല്ല ആളായിരുന്നു എന്ന് പറയും. ഞങ്ങളെല്ലാം വലിയ കാര്യമായിട്ടാണ് നോക്കിയിരുന്നത്. അവർ പോകും. ഇപ്പോൾ അവൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഊജു വന്ന് അവൻ്റെ കാലിലടിക്കും. എന്താ, പൊയ്ക്കോ, പോന്ന് അവൻ പറയും. ഊജു പിന്നെയും അവൻ്റെ കാല് പിടിച്ചു വലിക്കും. അവൻ നോക്കി പേടിപ്പിക്കും. കൊച്ച് അപ്പം തന്നെ നിലത്ത് കിടന്ന് വലിയ വായിൽ കരയാൻ തുടങ്ങും. നിവൃത്തിയില്ലാതെ അവൻ കുഞ്ഞിനെ എടുത്ത് ഒരിടത്തിരുത്തും. അതാണെങ്കിൽ രണ്ട് കൈയും പൊക്കി പിടിച്ച് കരയും. അവനൊരു ചോക്ലേറ്റ് പൊളിച്ച് കൊച്ചിൻ്റെ വായിലേക്ക് വെക്കും. അത് തിന്നുമ്പോൾ കരച്ചിൽ മാറി കൊച്ച് ചിരിക്കാൻ തുടങ്ങും. ഞാൻ നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കും. ഊജു ആണെങ്കിൽ തലയും കുലുക്കി സന്തോഷത്തോടെ ഇരിക്കും. ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഊജു വരുവാണ്. അവൻ്റെ മൂക്കിൽ വിരലിടുന്നുണ്ട്. ടെഹുങ്ങിന് ഇത് കണ്ട് അറപ്പ് തോന്നും. മൂക്കിൽ നിന്ന് തോണ്ടിയെടുത്ത് വായിലേക്ക് വെക്കും. അവൻ ഓക്കാനിക്കുന്നത് പോലെ ആവും. എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് അവൻ പുറകോട്ട് പോകും. ഊജു ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലും. എൻ്റെ പുറകെ വരാതെ പോയി കിടന്ന് ഉറങ്ങു കൊച്ചേ. ഇവൻ വിടുവോ? അവൻ ഓടി ചെല്ലും. നിന്റെ ആൻറ്റി എപ്പോഴാണ് വരിക? ഹേ എൻ്റെ അടുത്ത് വരരുത്, സ്റ്റോപ്പ്. ഊജുവിന് എന്ത് സ്റ്റോപ്പ്? അവൻ കൊച്ചിനെ പൊക്കിയെടുക്കും. നിനക്കെന്താ ഇത്ര കനം? നീ അപ്പിയിട്ടോ? നീ അതിന് ഇന്നു വല്ലതും കഴിച്ചോ? ഹേയ് സ്റ്റോപ്പ്, നീ എന്താ ചെയ്യുന്നേ? അവൻ മുഖമെല്ലാം ഒരു മാതിരിയാക്കും. എന്നിട്ട് അവൻ കൊടുത്ത ചോക്ലേറ്റ് അവൻ്റെ മേത്തേക്ക് ഛർദ്ദിച്ചു വെക്കും. ടേഹുങ് ഇപ്പോൾ അവൻ്റെ ഷർട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ദേഷ്യം വന്ന് തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് വൂജുവിൻ്റെ നേരെ തിരിഞ്ഞ്, നിന്റെ ആൻറ്റി എന്താ ഇതുവരെ വരാത്തെ? അവൾ വരുമ്പോൾ എല്ലാത്തിനും ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യും. എന്നെ ഇവിടെ നിർത്തിയതിനും എന്നെക്കൊണ്ട് ഈ തുണി അലക്കിപ്പിച്ചതിനും എല്ലാം. ഇപ്പോൾ ഡ്രസ്സ് കഴുകി അവൻ തിരിച്ചു പോവാണ്. അവനൊരു ബക്കറ്റും വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൽ നമ്മുടെ വൂജു പൊങ്ങി വരും. വഴിയെ കാണുന്നവരല്ല ഇതെന്താ ഈ കൊച്ചിനെ ബക്കറ്റിലിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവൾ അവിടെ വരും. അവളുടെ കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഇതെന്താന്ന് അവൻ ചോദിക്കും. എൻ്റെ ലിഗമെന്റ് പൊട്ടി, അതുകൊണ്ട് 2 ആഴ്ച ഇതിട്ടുകൊണ്ട് നടക്കണം. അവൾ അപ്പോഴാണ് ബക്കറ്റിൽ കുഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. അവൾ ഓടിച്ചെന്ന് അവനെ എടുക്കാൻ നോക്കും. പക്ഷേ അവളുടെ കൈകൊണ്ട് അത് പറ്റുന്നില്ല. ഒടുക്കം അവൻ തന്നെ വന്ന് കൊച്ചിനെ ഉരുട്ടിക്കൊണ്ടു പോകും. ഇപ്പോൾ വൂജു കിടന്ന് നല്ല ഉറക്കമാണ്. അവൾ ഭക്ഷണം കഴിച്ച പാത്രമെല്ലാം എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവൻ വന്ന് അവളെ സഹായിക്കും. കൊച്ചെഴുന്നേറ്റ് ഇപ്പോൾ അവൻ്റെ കൂടെ കളിയാണ്. പിന്നെ അത് അവളുടെ കൂടെ ആവും. ഇടയ്ക്ക് അവൻ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളും വന്നു പോകും. ചടങ്ങുകളെല്ലാം ഏകദേശം അവസാനിക്കും. അവരിപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അവിടെ ഒരാൾ അവരെ കാത്തു നിൽപ്പുണ്ട്. അയാൾ അവരോട് സംസാരിക്കും. നിങ്ങൾക്കറിയുന്നത് പോലെ വൂജുവിനിപ്പോൾ ലീഗൽ ഗാർഡിയൻ ആരുമില്ല. നിങ്ങൾ രണ്ടും അവനെ ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവനെ ഓർഫനേജിലേക്ക് വിടും. നിങ്ങൾ ആരാണ് ഇവനെ വളർത്തുന്നതെന്ന് നമുക്ക് തീരുമാനിക്കണം. ടേഹുങ് പുച്ഛത്തോടെ, ഇനി ഇതും കൂടെ ഞാൻ ചെയ്യണമെന്നാണോ പറയുന്നേ? 3 ദിവസമായി ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്തിനാ ഈ കൊച്ചിൻ്റെ കാര്യം എന്നോട് ചോദിക്കുന്നത്? ഞാൻ ഇവിടെ വെച്ചാൽ ഇവനെ ആദ്യമായി കാണുന്നത്. എനിക്കാരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. ഇതും പറഞ്ഞ് കുഞ്ഞിനെ നോക്കി അവൻ അവിടുന്ന് പോകും. അവളും തിരിഞ്ഞ് വൂജുവിനെ നോക്കും. എന്നിട്ട് അയാളോട് ഞാനിവനെ വളർത്താമെന്ന് പറയും. ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവളിപ്പോൾ അവനെയും കൊണ്ട് പുറത്തേക്ക് വരുവാണ്. ഒരു കയ്യിൽ കുഞ്ഞും മറ്റേ കയ്യിൽ ബാഗും ഉണ്ട്. ടേഹുങ് വന്ന് ബാഗ് വാങ്ങി കാറിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അവളോട് ഞാൻ ചെയ്യുന്ന അവസാന കാര്യമാണ് ഇതെന്ന് പറയും. നമുക്കിനി ഒരിക്കലും വീണ്ടും കാണണ്ട. നന്നായിരിക്കെ, കുട്ടിയെയും നന്നായി വളർത്ത്. നീ വേഗം സുഖപ്പെടട്ടെ. അവൻ നിലത്തിരുന്ന്, കുഞ്ഞിക്കുട്ട, നമ്മളിനി ഒരിക്കലും കാണില്ല. അവനൊരു ചോക്ലേറ്റ് എടുത്ത് ഇതിൻ്റെ ലാസ്റ്റ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് എഴുന്നേറ്റ് അവിടുന്ന് പോകും. ഇവിടെ വെച്ച് ആദ്യ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സെക്കൻഡ് എപ്പിസോഡ് ഇതിലും അടിപൊളിയാ. നമ്മുടെ വൂജുവിൻ്റെ കുറേ കുട്ടി കുറുമ്പുകൾ വരുന്നുണ്ട്. ഞാൻ വേഗം ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.